അല്ല കുഴപ്പമില്ല, എനിക്ക് ശരീരം ജീവിക്കാൻ പറ്റും. നമുക്ക് എനിക്കൊരു മുതലാളിയുണ്ട്. അല്ല, ഞാൻ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഓ ഇതാണല്ലേ ബിസിനസ്. ട്രിൻസ് ആണോ? ശരത്തേണ്ട ഗേൾ ഫ്രണ്ടോ? ഇപ്പൊ കൊടുക്ക ഗേൾ ഫ്രണ്ട് മുതുക്കന്. ഹലോ 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 ബ്രോ, ഹലോ ഹലോ, കേക്കാവോ? ഇപ്പൊ കേൾക്കാൻ പറ്റും, ഇപ്പൊ കേൾക്കാം. അല്ലേ തൊണ്ട ശരിയാ ബ്രോ, കേൾക്കുന്നില്ലായിരുന്നു. ബ്ലാക്കോ? സിറ്റിയിൽ വന്നതേ ഉള്ളു ബ്രോ. ഇന്ത്യയിൽ വേറെ 5 പൈസ ഇല്ല. എനിക്ക് പ്രത്യേകിച്ച് മാറ്റാൻ അസറ്റ്സ് ഒന്നും ഇല്ല ഇന്ത്യയില്. അയ്യോ അങ്ങനെ പറ്റില്ല ബ്രോ, പറ്റില്ല. ശരീരം ഇറങ്ങി ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അസുഖമുണ്ട്, അതുകൊണ്ട്. അല്ല കുഴപ്പമില്ല, എനിക്ക് ശരീരം ജീവിക്കാൻ പറ്റും. നമുക്ക് എനിക്കൊരു മുതലാളിയുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ നോക്കിക്കോളൂ, ചിലവെല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളൂ. മുരളിയുടെ പേരാണോ? മുരളിയുടെ പേര് പരിണ്ട് ബാജു. എന്റെ പേരാണ്, എന്റെ പേര് ബാബു, വൺ മിസ്റ്റർ ബാബു നമ്പൂതിരി. ഞാൻ നമ്പൂതിരിയാണ്. ഇപ്പൊ അല്ല, നേരത്തെ ആയിരുന്നു. ഇല്ല ഉണ്ടായിരുന്നു, പൂജ ഉണ്ടായിരുന്നു. ഊരിക്കളഞ്ഞു. നമ്മളെ പിന്നെ സിറ്റിയിലെ ഒരു ചെറിയ കുടുംബവും അങ്ങോട്ട് കിടക്കുമ്പോ വെട്ടുകുത്ത് ഇത് ഒരു ഭാരമാണല്ലോ, അങ്ങനെ ഊരി മാറ്റി. ശരിക്കും ഊരി മാറ്റിയതല്ല, ഒരു വെട്ടിന്റെ ഇടയിൽ ഊരി പോയതാണ്. കഴുത്തിന് കുറുകെ ഒരു വെട്ട് കിട്ടിയപ്പോഴത്തേക്ക് അതങ്ങ് ഊരിപ്പോയി. പിന്നെ രണ്ടാം പോയില്ല, അറ്റുപോയി. പിന്നെ അറ്റിട്ടവന്റെ കഴുത്തങ്ങ് അറ്റിട്ടു നമ്മള്, അത് വേറെ കാര്യം. നമ്പൂതിരിയാവാൻ ബ്രഹ്മചാരിയൊക്കെ ആയിരിക്കണ്ടേ? കല്യാണമൊന്നും പറ്റത്തില്ല. അല്ല അത് കുഴപ്പമില്ല. അത് ഇതിപ്പോ ഞാനായിട്ടല്ലല്ലോ അറ്റത്. ഇതിപ്പോ ഇനി അറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇനി പ്രോബ്ലം ഇല്ല എനിക്ക്. പോണില്ലല്ലോ ഇപ്പൊ. കേട്ടില്ല എന്തായിരുന്നു? ഇത് TV ചക്കുട് വാമനില്ല. ഞങ്ങള് ഊമ്പങ്കാവില്. ഓ, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കാവിൽ മാത്രം പറഞ്ഞാൽ. ഞാൻ ഇവിടെ ഉള്ളതല്ലേ. ബ്രോക്ക് ചെയ്യില്ല, അവിടെ കേറാതെ നല്ലത്. പുള്ളി ഒറ്റയ്ക്കിരുന്നാ പറയുന്നതാണ് നല്ലത്. ഞാനും വേറെ ഒറ്റയടിക്ക് 5 പേര് ഇറങ്ങിയല്ലേ? പണ്ടോട്ട് എന്റെ ഫാമിലി തന്നെ, വേറെ ഫാമിലി അല്ല. വേറെ ഫാമിലി അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങൾ മറ്റേ വെടിവെപ്പ് പ്രാക്ടീസ് ഒന്നും ഇല്ല? ബിസിനസ് ആണോ? ഓക്കെ. നമ്മൾ സമാധാനത്തിന്റെ വെള്ളരി. ഓ അങ്ങനെ. നല്ല കാര്യം. ഞാനും ഈ പറഞ്ഞ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ അങ്ങനെ ഇടപെടാറില്ല. ഞാനും സമാധാനപരമായി ഒന്നൊരു ചെറിയ ബിസിനസ് മോട്ടിവേഷൻ അങ്ങനെ കാര്യങ്ങൾ കൊടുക്കുവാണ്. ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഞാൻ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞു കേട്ടെ, അതൊരു ബന്ധമില്ലാത്ത ബിസിനസ് അല്ലേ? നിങ്ങളെല്ലാം കൂട്ടത്തോട് നമ്മള് ഒറ്റയ്ക്ക് പോയി പറയാനാ. പ്രൈവറ്റാ. എടാ ഷൊട്ടെ, നീ പുറയുന്നു പോടാ. നീ എന്താ ഒരുമാതിരി. അല്ല പറഞ്ഞോ. അല്ല എന്തായാലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരല്ലേ എല്ലാരും, അപ്പൊ എല്ലാരും അറിഞ്ഞിരിക്കണമല്ലോ ബിസിനസിനെ പറ്റി. പറഞ്ഞോളൂ. ഇവർക്ക് ബ്രോയുടെ നമ്പർ ഒന്ന് തരാമോ? നമ്പർ ഉറപ്പായിട്ട് എടുത്ത് കളഞ്ഞു കേട്ടോ. നമ്പര് നല്ല ഫാൻസി നമ്പർ ഉണ്ടായിരുന്നാണ്. അഞ്ജലി കണ്ണി ജോസ്. അല്ല, ഞാൻ ഫോട്ടോ കണ്ടപ്പോ ചിലപ്പോ അഞ്ജലി കണ്ണൻ ജോസ് എന്നാ വായിച്ചത്, ഞാൻ അറിയാതെ വായിച്ചത്. ഇതെങ്ങനെ ബ്രോ ഐക്കൺ ഇട്ടത്? അതൊക്കെ പറ്റുമല്ലേ? ഇൻട്രസ്റ്റിംഗ്. ഇതെങ്ങനെ നമ്പർ സേവ് ചെയ്യുന്നത് എങ്ങനെയാ? കിട്ടിയില്ലേ? അല്ല എനിക്ക് കിട്ടി. ഞാൻ ഇതെങ്ങനെ അയക്കും ഇനി? ഓ മനസ്സിലായി. ഇത് അറിയാം എനിക്ക്, ഞാൻ മറന്നുപോയില്ല. പണ്ടിങ്ങനെ അല്ലായിരുന്നു കേട്ടോ. പണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എല്ലാം. ഇതിപ്പോ പാട്. ആ കോള് വരുന്ന. ഹലോ, കട്ടായി. ഏതോ ഒരു 5 കണ്ടി. അയ്യോ സോറി ബ്രോ അല്ല. നമ്മുടെ ചാറ്റ് എടുക്ക് മെസ്സേജ് മെസ്സേജ് വരും. ഓക്കെ. നമ്മുടെ പോസ്റ്റർ ആണ് ഇത്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം.
കട്ട് ചെയ്ത് തരും. ഓക്കെ. ഓ ഇതാണല്ലേ ബിസിനസ്. ഇത് നേരത്തെ പറഞ്ഞിട്ട് ബന്ധമുണ്ടല്ലോ അല്ലേ? ആ നമ്മള് നമുക്ക് ബന്ധമൊന്നുമില്ല, വലിയ ബന്ധമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ബ്രോക്ക് എന്തായാലും ഇത് പറ്റും, ബ്രോയെ കൊണ്ട് പറ്റും. 1 മണിക്കൂർ 4 കോടി വെച്ചിട്ടല്ലേ? എന്നെ കൊണ്ടില്ല, നമ്മള് അല്ല ഇത് ഉറപ്പായിട്ടും ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, 1 മിസ്റ്റർ വെള്ളച്ചന്റെ അമ്പത്തൂർ സിംഗം. പുള്ളിക്കാരൻ ചിലപ്പോ ഇതിന്റെ ഈ ബിസിനസ്സിൽ യാതൊരു ഐഡിയ ഇല്ല. അമ്പത്തൂർ സിംഗം പുള്ളി ഇതേ ബിസിനസ് മുന്നേ ചെയ്തിട്ടുണ്ട്, ഇതേ സ്ട്രാറ്റജിയില്. പുള്ളി ഏകദേശം മണിക്കൂറിൽ 4 കോടിയല്ല അതിൽ മേലെ ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ പുള്ളിയെ കണക്ട് ചെയ്ത് തരാം. പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ്ട് ആ വെള്ളമുടിയാണ് നമ്മുടെ മെയിൻ പ്രൊഡക്ഷൻ. ഓ ഇതാണ് മെയിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലേ? ഇല്ല എന്തായാലും ഇത് ബിസിനസ് ഓണറിന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ അറിയായിരിക്കും എനിക്കറിയാം. കാരണം ഒരു ഓണറിനെ കൊണ്ടല്ലേ ഇത്, ആദ്യം ഓണർ ചെയ്യുന്ന ബിസിനസ് ആണല്ലോ ആൾക്കാർ എടുത്ത് ചെയ്യുന്നത്. ഈ ബിസിനസിനെ പറ്റി വലിയ ഐഡിയ എനിക്കില്ല. ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ അമ്പത്തൂർ സിംഗോ ഇല്ലേ കാണിച്ചു കൊടുക്കുന്നേ. ശരിയില്ല, എനിക്ക് ഈ ബിസിനസ് കാണണ്ടേ? ഇത് കാണാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് തോന്നുന്നില്ല. കണ്ടിട്ട് തുടങ്ങിയാൽ മതി. ഇല്ല ഞാൻ തുടങ്ങുന്നില്ല. എന്തായാലും ഈ ബിസിനസ് സ്ട്രാറ്റജിയിലും എനിക്ക് അതൊരു ബന്ധവുമില്ല. ഞാൻ ബന്ധമുള്ള ഒരാളെ ഞാൻ തരാം. നമ്മുടെ ഓഫീസ് അറിയണ്ട, ഓഫീസ് അറിയണ്ട. ഓഫീസിനെ പറ്റി ഇതൊക്കെ ഓഫീസിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരു പൊണ്ടക്കാരോ ചെറിയൊരു റൂമോ അല്ലെങ്കിൽ ഒരു കാറിന്റെ ഡോറിന്റെ ഇടയിലോ മതിയല്ലോ. ഇതൊക്കെ ഓഫീസായിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ? ചെലവല്ലേ. വലിയ ടീമാണ്. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേണമെങ്കിൽ ഞാൻ ഒരു 1-2 ബിസിനസ് കോൺടാക്ട്സ് ഒപ്പിച്ചു തരാം. അതില് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നു, 1 മിസ്റ്റർ കണ്ണാപ്പി, ജർമ്മൻ. ആള് ഈയിടെയായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് തേങ്ങ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വെളിച്ചെണ്ണ ഫാക്ടറി ഉണ്ടാക്കുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ അവനെ കണക്ട് ചെയ്തുതരാം. നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് എണ്ണ എടുക്കാം. ഉറപ്പായിട്ടും അവൻ നല്ല റീസണബിൾ റേറ്റിന് നിങ്ങൾക്ക് തരും, ഉറപ്പാണ്. അത് നല്ലൊരു ഇതാണ്. മാത്രമല്ല ഈ സോഴ്സിലെ നിങ്ങളുടെ സോഴ്സിലെ പേയ്മെന്റ് അവൻ അക്സെപ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അത് പറഞ്ഞാൽ മതി, അവൻ 1 രൂപ പാക്കറ്റ് ഇട്ടൊക്കെ പാക്ക് ചെയ്ത് തരും. വെർജിൻ കോക്കനട്ട് ഓയിൽ. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിലും ഓയില് വെർജിൻ ആണ്. അതെ അത് നമുക്ക് ജർമ്മൻ സെപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് സെറ്റ് ആക്കി, അല്ലെ ജർമ്മൻ കണ്ണാപ്പിയിൽ നിന്ന് സെറ്റ് ആക്കി തരാം. പ്രശ്നമില്ല. പിന്നെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പാർട്ണറാക്കാൻ പറ്റിയ ഒരാളാണ് എനിക്ക് തോന്നുന്നു 1 മിസ്റ്റർ അമ്പത്തൂർ സിംഗം വെള്ളച്ചെണ്ടി. ഐ തിങ്ക് ഹി ഈസ് ഗുഡ് അറ്റ് ബിസിനസ്. ദിസ് ബിസിനസ് ഹി ഈസ് ടു ഗുഡ്. അല്ല അത് പുള്ളിക്കാരനല്ല, പുള്ളിക്കാരന്റെ ബിസിനസ് വേറെ മൈൻഡ് സെറ്റ് ആണ്. പുള്ളിക്കാരൻ ഹോം ഡെലിവറി ആണ് ഇതൊക്കെ ബൈക്കില്. ബൈക്ക് പിന്നെ ഒരു പ്രത്യേക തരം ട്രാക്ക് സ്യൂട്ട് ഉണ്ട് പുള്ളിയുടെ അടുത്ത്. അല്ല നമ്മളതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ മോശം, എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന പറ്റിയ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. നമുക്ക് ഹൈലി സെൻസിറ്റീവ് ആൻഡ് 18+. നമുക്ക് മെസ്സേജ് വഴി നമുക്ക് ഇല്ല വേണ്ട. ഈ മെസ്സേജ് എനിക്ക് ഇത് ഒരു വിനിമയിക്കുമ്പോ വലിയ സുഖമില്ല, അതുകൊണ്ടാ. ഇതാരെ വണ്ടിയാണ്? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഗൈസ് നമുക്കൊന്ന് മുതുക്കോരെ പോയാലോ? താങ്ക് യു. എടുത്തു കൊടുക്കണം മിക്കവാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വാക്ക് മാറ്റി പിടിക്കാട്ടോ. എനിക്ക് വളരെ ഭയങ്കര കൺഫ്യൂസിങ് ആവുന്നുണ്ട് നിങ്ങൾ ഇത് പറയുമ്പോ. അല്ല നിങ്ങൾ ക്യാരി എടുത്ത് അതെ ആ വാക്കുകളൊക്കെ ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും. അപ്പോ ക്യാരി ഓക്കെ. ഓ അടിയുണ്ടല്ലേ, അതിലും അടിയുണ്ടല്ലേ. വേണ്ട ഇതെന്താ എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴേ വണ്ടിയിൽ സൗണ്ട് കേൾക്കുന്നില്ല. വണ്ടി ഓടിക്കുമ്പോ സൗണ്ട് ഇല്ല, സൗണ്ട് കേൾക്കും. സീറ്റ് ബെൽറ്റ് ഇട്ട് സൗണ്ട് കേൾക്കുന്നില്ല. ആടില്ലേ നല്ല എക്കോ അടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്റെ കുന്തിയെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ, അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത്രേ ഉള്ളൂ. ഇത് അറിഞ്ഞൂടായിരുന്നോ നിങ്ങൾക്ക്? ഇതുവരെ അറിഞ്ഞോ SFX വോളിയം കൂട്ടാനാണ്? ഇതൊക്കെ പറഞ്ഞു താടാ, നീയൊക്കെ പറഞ്ഞു താ. നിങ്ങൾ മറ്റേ നാളെ ഒരു ടൂർണമെന്റ് ഉണ്ടെന്ന് പറയുന്ന പ്രാക്ടീസ് ഉണ്ടോ? അതിൽ പങ്കെടുക്കുന്നുണ്ടോ?
ഏത് ടൂർണമെന്റ്? ആ ടൂർണമെന്റ് ഇല്ലേ? അയ്യോ ഒന്ന് വണ്ടി എടുത്തോ, എനിക്ക് അറിയുന്നുള്ള 3 ഗേൾസ് ഉണ്ട്. ഇവിടെ നിർത്തണോ? ആ അലീന. ഓക്കേ. ആ അലീന. ഇത് എന്നെ ഒന്ന് ഇറക്കാവോ? അലീന അല്ലേ? കളർ മാറ്റിയിട്ടില്ല, നീലമുടി മാറ്റിന്ന് പറഞ്ഞു അലീന. ഇത് ഏതോ കേട്ട് പരിചയമുള്ള ഒരു അലവലാതി സൗണ്ടാണല്ലോ. ഹലോ, ഒന്ന് സംസാരിക്കാവോ? ഹലോ, ത്രിൻസ് ആണോ? ത്രിൻസ് ആണോ? ഓ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടുപിടിച്ചോ സണ്ണി? എന്താ അവസ്ഥ? ഡോക്ടർ, ഇത് നിങ്ങൾ കൺഫ്യൂസിംഗ് ആണോ? ഇത് 3 പേരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണോ പ്രശ്നം? അതൊരു വലിയ പ്രശ്നമാണ്. ആ സണ്ണി പറയൂ, എനിക്കറിയില്ല. എനിക്കറിയാം. തിരിഞ്ഞിരിക്കാനാ. എങ്ങനെ പുള്ളി എന്തെങ്കിലും കാണുമല്ലോ ഡോക്ടറെ? അതുപോലും ഇല്ല. എല്ലാം സെയിം തന്നെയാണ്. എല്ലാ സീമാണോ? സ്വഭാവത്തിലും സംസാരിക്കേണ്ടി സംസാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ അല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ചേ മതി മതി. നമ്മടെ വേറെ ആരോ ആണെന്ന് വിചാരിച്ചേട്ടാ. 3 പേര്. അല്ല ഇവർക്കൊക്കെ ഈ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടേ, ഈ ട്വിൻസ് ഒക്കെ ഇല്ലേ, ഇവർക്കൊക്കെ ഈ ഉത്തിരിനാൾ, അതായത് ചെറുതിൽ മുതൽ വലുത് വരെ ഇവർ ഒരുമിച്ച് വളരുന്ന വരെയില്ലേ, ഇവർക്ക് കല്യാണം കഴിച്ച് സെപ്പറേറ്റ് പോകുന്ന ഇഷ്ടമല്ല. അപ്പൊ ഇപ്പോ ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആജാം എന്ന് പറയുന്ന നാട്ടില് 3 ഗേൾസ് ചേർന്ന് ഒരു പയ്യനാണ് കല്യാണം കഴിച്ചത്. വൺ മിസ്റ്റർ ക്യാമറമാൻ. അത് തന്നെ. അപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ടേ നമുക്ക് ഒരാളെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ബാക്കി 2 പേര് ഓട്ടോമാറ്റിക് സെറ്റ്. ബൈ 1 get 2 ആണ്. അല്ല ബൈ 1 get 2 ആണ്, മനസ്സിലായില്ലേ? ടോട്ടൽ 3. ഇപ്പൊ ഈ ഒരു രീതിയിൽ പോകുന്നോണ്ട് ഞാൻ ട്രൈ കൊടുത്തിട്ട് വരാം നിങ്ങളുടെ ഇടയ്ക്ക്. അല്ല ആ പ്രോബ്ലം ഡോക്ടർ സോൾവ് ചെയ്തായിരുന്നോ? ഉറപ്പായിട്ടും. വൈ നോട്ട്? എന്തോ ഞാൻ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ, വരൂ. ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യാനേ ഉള്ളത്. ഓക്കെ. അല്ല ഞാൻ എടാ മോനെ, ഇതേ ഞാൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് വരട്ടെടാ. അല്ലല്ല, ചോട്ടുന്റെ ചേട്ടൻ. അയ്യോ ഒരുപാട് ആൾക്കാരല്ലോ. ആ ഒരു മിനിറ്റ്, ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് വരാം. അതിൽ കയറി ഉറപ്പായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. മോനെ ഈ വണ്ടി ഒന്ന് എടുത്തോട്ടെ ഒന്ന്. ഒരു 2 മിനിറ്റ്സ്. ചിലപ്പോ ഒരു പുതിയ ബിസിനസ് സെറ്റായാലോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ കാണൂല്ലേ? ഞാൻ ഫെയിലായി. ഇനിയെന്ത് ചെയ്യും? ആ താക്കോല് തരാമോ? അതായിരിക്കും ബെറ്റർ. വെറുതെ എനിക്ക് അനാവശ്യമായിട്ട് എന്തിനാണ് വണ്ടി ഇല്ലാണ്ടാക്കണേ? മിസ്റ്റർ ബാബു, മച്ചാന്റെ നമ്പർ കണക്ട് ചെയ്ത് തരണേ. ആ കണക്ട് ചെയ്ത് തരാം. എന്നെയാണോ അതോ ഇതാണോ ബിസിനസ് പാർട്ട്ണർ ആണോ? ബിസിനസ് പാർട്ട്ണർ. 83 ആണോ? 83 എനിക്കറിയാം. ശരത്തേണ്ട ഗേൾ ഫ്രണ്ടോ? ഇപ്പൊ കൊടുക്ക ഗേൾ ഫ്രണ്ട് മുതുക്കന്. വണ്ടിയിലുണ്ട് താക്കോല്. വണ്ടിയിലുണ്ടോ? ഓക്കെ. എവിടെ നിന്ന് എടുക്കേണ്ടത്? കെ ആണോ? ആ കിട്ടി. കെയോ ടാബോ ഏതെങ്കിലും നിൽക്കും. പിന്നെ ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ ഒരാളെ ഫ്രീ കിട്ടി, അതൊന്നും എടുക്കാൻ പറ്റുമോ? അതെങ്ങനെ? ഹലോ മച്ചനെ, ഒന്ന് ഇറങ്ങാവോ മച്ചനെ? ഹലോ ബാബു സാറിന്റെ വണ്ടി. ഹലോ ബ്രോ, ഒന്ന് ഇറങ്ങാവോ? കയ്യില് ഗണ്ണുണ്ട് കേട്ടോ എന്റെ. ബ്രോ എന്റെ കത്തിക്ക് ചോര കണ്ടിട്ട് കുറച്ച് നാളായി. ഇറങ്ങാൻ താമസിക്കുന്നിടത്തോളം നിന്നെ ഞാൻ പിടിച്ച് എന്റെ ബിസിനസ്സിൽ കയറ്റി. അപ്പൊ നീ തീരും.
ബ്രോ ഞാൻ കത്തി വെച്ച് കുത്തിയാ പോലും ബ്രോയ്ക്ക് വേദനിക്കില്ല, ഞാൻ ഉറപ്പ് പറയാം. പക്ഷെ പുള്ളിയുടെ ബിസിനസ് കയറിയ ബ്രോയ്ക്ക് നന്നായിട്ട് വേദനിക്കും. എനിക്ക് നല്ല അറിയാം. തുടക്കത്തില് നല്ല വേദന ബ്രോ. ഇടോ അവര് എനിക്ക് പ്രശ്നം സോൾവ് ചെയ്യാനുള്ളതാടാ, ഒന്ന് ഇറങ്ങടാ. ആ ഒരു ഐഡിയ ഉണ്ട് ബ്രോ. ബ്രോ ഈ വണ്ടി കയറോ അവിടെ കൊണ്ട് സേവ് ചെയ്തിട്ട് ഒന്ന് എടുത്തരാവോ? ഐക്യു ബാബുവിനോട് കളിക്കില്ലേ, കളി പഠിപ്പിക്കും ബാബു. അതൊക്കെ അത്രേ ഉള്ളൂ. വേറെ ആരോ പ്രശ്നം സോൾവ് ചെയ്യുന്ന, അതിന് മുന്നേ എനിക്ക് സോൾവ് ചെയ്യണം. ചേടാ ഇതിപ്പോ അകത്ത് കയറാൻ വഴിയില്ലേ? 83 റേഡിയോ. ഓക്കെ കേറാം. ഒരു മിനിറ്റ്. ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തിട്ട് കയറിയാ പോരെ, മറ്റേ അത് നടക്കൂല ഇതും നടക്കൂല. അവൻ പോയോ? ഓ ബ്രൂസ്ലി കേട്ടോ. പോയല്ലോ. ഓ ഞാൻ വെറുതെ കാണിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. വെൽക്കം. നിങ്ങളുടെ നമ്പർ എൻ്റെ കൊണ്ട് വിളിക്കാമേ. അത് ഇറങ്ങാൻ വഴിയില്ലടാ, ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇറങ്ങാനും കയറാനും. ഇതെന്താടാ എഴച്ചില്? മറ്റേ കഥകള് ഞാൻ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഇവരെ അത് കൺവിൻസ് ചെയ്യണം കേട്ടോ. ഹലോ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഏകദേശം കിട്ടിയിട്ടുണ്ട്. കേറാവോ? കേറി. ഇപ്പോ നമ്പർ 1 നമ്പർ 2 നമ്പർ 3 മൂന്ന് കയറിയായിരുന്നു. നമ്പർ 1 കയറിയില്ല കേട്ടോ. ഓക്കെ ഇപ്പൊ കയറിയത് ആയിരിക്കും നിങ്ങൾക്ക് അറിയാവോ? അല്ലെ നിങ്ങൾ 3 പേരുണ്ടോ? നിങ്ങൾ 3 പേര് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാവോ ഒന്ന്? അല്ല സ്വന്തം കയറിയോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടില്ലേ? അപ്പൊ എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഞാനുണ്ടോ എന്ന് നോക്കാവോ ഒന്ന്? ഉണ്ടല്ലേ അല്ലേ? ഉണ്ട്. താങ്ക് യു ക്ലാരിഫിക്കേഷൻ. ഫണ്ണി ഗായ്. ഇല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് അവിടെ ഭയങ്കര ക്രൗഡാണ്. നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഇല്ലേ, ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. അയ്യോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിങ്ങൾ ഇപ്പോഴും സേഫ് ആണ്. കാരണം നിങ്ങൾ 3 പേരുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും പറ്റിയ എനിക്കേ പറ്റാൻ ചാൻസ് ഉള്ളൂ. ഞാനാണ് ശരിക്കും പേടിക്കേണ്ടത്.